ഹായ് ഡേയ്സ്, മാത്സ് പരീക്ഷ കഴിഞ്ഞു വന്ന കുട്ടികളോടാണ് എൻ്റെ ചോദ്യം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ? ഓൾമോസ്റ്റ് ഞാൻ കേൾക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഇന്നത്തെ പരീക്ഷ അൾട്ടിമേറ്റ് ടഫായിരുന്നു. ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ആരും ചെയ്തത് ഞാൻ കണ്ടില്ല. ഇന്നത്തെ പരീക്ഷ ടഫായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആരും വീഡിയോ ചെയ്തത് കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് മാത്രമാണോ ടഫായത്, ബാക്കിയുള്ളവർക്കൊക്കെ എളുപ്പമായിരിക്കുമോ, എങ്ങനെ ഇത് വീട്ടിൽ അവതരിപ്പിക്കും, നാളത്തെ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായേക്കാം. അതുകൊണ്ട് MS സൊല്യൂഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുന്നു, കേരളത്തിലെ മെജോറിറ്റി കുട്ടികൾക്കും 9ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന മാത്സ് പരീക്ഷ ടഫായിരുന്നു. റീസൺ എന്തോ ആയിക്കോട്ടെ, പരീക്ഷ ടഫായിരുന്നു. നിങ്ങൾ പഠിച്ചു പോയ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു, എന്നാൽ പഠിച്ച രീതിയിലല്ല ചോദ്യങ്ങൾ ചോദിച്ചത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ചെറിയ ചോദ്യങ്ങൾ പോലും ഒരു ലോജിക് ലെവലിൽ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി. അതിൻ്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30% ചോദ്യങ്ങൾ മാത്രമേ 30% ചോദ്യങ്ങൾ മാത്രമേ ഈസി ആയിട്ട് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ അറ്റൻഡും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കി 50% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മീഡിയം ചോദ്യങ്ങളാണ്. ആ മീഡിയം ചോദ്യങ്ങളിൽ ചില കുട്ടികൾക്ക്, നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു പോയ കുട്ടികൾക്ക് ആ മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങളും ഏറെക്കുറെയൊക്കെ ചെയ്യാൻ പറ്റും. എങ്കിലും ആ മീഡിയം ലെവലിലെ ചോദ്യങ്ങൾ പോലും ഒരല്പം ലോജിക്കോട് കൂടി ചോദിച്ചു. ബാക്കിയുള്ള 20% ചോദ്യങ്ങൾ അത് എൻറ്റയർലി ഹാർഡ് തന്നെയായിരുന്നു. ഇത് നിങ്ങളുടെ ചോദ്യ പേപ്പറിൻ്റെ ഇനി മുതലുള്ള രീതിയാണ്. ഇത് 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷാ പേപ്പർ വരെ ഉണ്ടാകും. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഈ ഒരു രീതി ഉണ്ടാകും. 5 മുതൽ 9 വരെ ഈ രീതി ഉണ്ടാകും എന്നുള്ളത് കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞു കഴിഞ്ഞതാണ്. സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് പരീക്ഷാ പേപ്പർ തയ്യാറാക്കിയത്. ആദ്യത്തെ ഒരു മാത്സ് പരീക്ഷ ആയതുകൊണ്ട്, ഓണപ്പരീക്ഷ നിങ്ങളുടെ മാത്സ് പരീക്ഷ ആദ്യത്തെ മാത്സ് പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾക്കൊരല്പം പ്രയാസം വന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു പോയ രീതിയിൽ നിന്ന് ഒരു രീതി ഒന്ന് മാറ്റി പിടിക്കണം. ഇപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഒരു പരീക്ഷയല്ലേ പോയത്, ടെൻഷൻ അടിക്കണ്ട. നാളത്തെ പരീക്ഷ ഏതാണോ അതിന് പ്രിപ്പയർ ആവുക. നാളെ നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് അല്ലേ പരീക്ഷ, നന്നായിട്ട് പ്രിപ്പയർ ആവുക. MS സൊല്യൂഷൻസിൻ്റെ ചാനലിലേക്ക് വന്നിട്ട് 7:30 മണിക്ക് നിങ്ങൾ ലൈവ് കാണുക. പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. പിന്നൊരു കാര്യം, ഇതിനെക്കുറിച്ച് ഇനി ടെൻഷൻ അടിക്കണ്ട. പാരൻസിന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഈ MS സൊല്യൂഷൻസിൻ്റെ ഓണറായിട്ടുള്ള MS പറയുകയാണ്, കേരളത്തിലെ മെജോറിറ്റി കുട്ടികൾക്കും ഇന്നത്തെ മാത്സ് പരീക്ഷ ടഫായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല ടഫ്, മെജോറിറ്റി കുട്ടികൾക്കും ടഫാണ്. പലർക്കും മാത്സിലുണ്ടായ പ്രയാസങ്ങൾ, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെയുള്ള പ്രയാസങ്ങളും, ലോജിക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ലോജിക് ഇല്ലായ്മയൊക്കെ ഇതൊരു യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊരിക്കലും കുട്ടിയുടെ കുറവല്ല. കാരണം കുട്ടി കടന്നുപോയത് ഒരു കൊറോണ സ്റ്റേജിലൂടെയാണ്. 5ാം ക്ലാസ് മുതലേ ഇങ്ങനെ കൊറോണ സ്റ്റേജിലൂടെ കടന്നുപോയ കുട്ടിയെ സംബന്ധിച്ച് 9ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പ്രയാസമേറും. ഗുണനപ്പട്ടിക പോലും കൃത്യമായി പഠിച്ചു പോകാത്തൊരു കുട്ടിയാണ്. അതുകൊണ്ട് അത്രമേൽ പ്രയാസങ്ങൾ ഉണ്ടാകും. മാത്സ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ കണക്ക് കണക്ക് കണക്ക്, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് ഈ കുട്ടി ആരോ പറഞ്ഞു പറ്റിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ പരീക്ഷ അത് ടഫായിരുന്നു. ഇത് സത്യം സത്യം സത്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇതാണോ റീസൺ? റീസൺ ഇതല്ല. റീസൺ കുട്ടിയുടെ കുറവുകൾ മാത്രമല്ല. ഐ മീൻ പഠനപരമായിട്ട് കുട്ടിക്ക് ലഭിക്കേണ്ട ക്ലാസ്സുകളൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ രീതി ഒന്ന് മാറ്റിപ്പിടിക്കണം. ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ ഈ രീതിയിലാണെങ്കിൽ ടീച്ചേഴ്സിന് അല്പം കടും കട്ടിയുള്ള ചോദ്യങ്ങൾ പോലും ചെയ്യാനുള്ള സമയം കിട്ടിയേ പറ്റുള്ളൂ. 2 കുട്ടികൾ ഇതുവരെ ചെയ്തു പോയ രീതി മാറ്റണം, അടിമുടി മാറ്റണം. മാത്സ് പരീക്ഷയ്ക്ക് എങ്ങനെയാണോ പഠിച്ചത്, ആ പഠിച്ച രീതി തെറ്റാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. നല്ല അധ്യാപകർക്കിടയിലൂടെ നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടാകും, ക്വാളിറ്റി ഉണ്ടാകും. അതിൻ്റെ മറ്റൊരു സംശയവുമില്ല. സോ എല്ലാം ഇവിടെ MS സൊല്യൂഷൻസുമായിട്ട് MS ഉണ്ട്. ഈ ഒരു ഓണപ്പരീക്ഷ കഴിയട്ടട, ക്രിസ്മസ് പരീക്ഷയാകുമ്പോൾ മാത്സ് പരീക്ഷ എളുപ്പമാണ് എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും. അല്ലെ ഞാൻ ഈ പരിപാടി നിർത്തും. ഓക്കെ, സോ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഞാൻ പറഞ്ഞത് റിയൽ ആണോ, ഞാൻ പറഞ്ഞത് സത്യമാണോ, അല്ലെ ഞാൻ പറഞ്ഞത് തെറ്റാണ്, സാർ എനിക്ക് പരീക്ഷ എളുപ്പമായിരുന്നു, നിങ്ങൾ പറയുന്നത് പോലെ അല്ല, എനിക്ക് ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതും ഞാൻ കാണും. നിങ്ങളുടെ റിയൽ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം. കാരണം നിങ്ങൾ എഴുതുന്ന കമൻറ്റ് മറ്റൊരു 9ാം ക്ലാസ്സിലെ കുട്ടിയോ അല്ലെ പാരൻറ്റോ കണ്ടിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. രാത്രി 7:30 മലയാളം സെക്കൻഡ് പഠിക്കാനും വരാതിരിക്കാൻ മറക്കല്ലേ കുട്ടാ. ഇറ്റ്സ് മീ MS ഫ്രോം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. Bye.